നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. PM ശ്രീയിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും വഴങ്ങാതെ CPI കടുത്ത തീരുമാനത്തിലേക്ക്. മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും. പ്രശ്നപരിഹാരമായില്ലെന്ന് ബിനോയ് വിശ്വം. ധാരണാപത്രം റദ്ദാക്കണമെന്ന് D രാജ. ആദ്യഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നടപടിക്രമങ്ങൾ നാളെ മുതൽ. കരട് പട്ടിക ഡിസംബർ 9 പുറത്തിറക്കും. BLO ഉൾപ്പെടെയുള്ളവർക്ക് നാളെ മുതൽ പരിശീലനം. മോന്ത ചുഴലിക്കാറ്റ് അതിതീവ്രമാകുന്നു. ആന്ധ്രയിലെ മച്ചിലിപ്പട്ടണത്തിനും കലിംഗയ്ക്കുമിടയിൽ നാളെ കരതൊടും. ആന്ധ്ര, തമിഴ്നാട്, ഒഡീഷ തീരങ്ങളിൽ അതീവ ജാഗ്രത. സംസ്ഥാനത്തും മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണക്കപ്പ് ഉറപ്പിച്ച് തിരുവനന്തപുരം. തൃശൂർ 2ാം സ്ഥാനത്ത്. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാടിനെ പിന്തള്ളി മലപ്പുറം 1ാം സ്ഥാനത്ത്. മെസ്സിയുടെ പേരിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബിസിനസ് ഡീലെന്ന് ഹൈബി ഈഡൻ MP. അർജന്റീനയുടെ മത്സരം നടന്നാലും ഇല്ലെങ്കിലും സ്റ്റേഡിയം കരാർ തീയതിക്കുള്ളിൽ നവീകരിച്ച് വിട്ടുനൽകുമെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. മെസ്സിയുടെ വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായിക മന്ത്രി അബ്ദുറഹ്മാൻ. PM ശ്രീ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ അനുനയ നീക്കം ഉണ്ടായില്ല. CPI മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. പ്രശ്നപരിഹാരമായില്ലെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. സംസാരിച്ചു മുഖ്യമന്ത്രിയായിട്ട്. ആ സംസാരം വളരെ കോടികളായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നീട് അറിയിക്കും. പിന്നീട് അറിയിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലീഡർഷിപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ ആലോചനയ്ക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും. പൊന്നു ചങ്ങാതി ബഹളം വെക്കണ്ട, ഷോട്ട് ചെയ്യില്ല. ശാന്തമായിട്ട് നിൽക്ക്. ശാന്തമായിട്ട് കാര്യമില്ല. ഇന്ന് തീരുമാനം പറയുന്ന താങ്കൾ പറഞ്ഞതാണ്. ഓഹോ, പറഞ്ഞോ? ഇന്ന് തീരുമാനം ഇല്ല. തീരുമാനമില്ല. അടുത്ത മന്ത്രിസഭയത്ത് പങ്കെടുത്തോ? അടുത്ത മന്ത്രിസഭയത്ത് പങ്കെടുത്തോ? അതുകൂടി പറഞ്ഞത്. ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിഷയങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. അതറിയില്ല. യഥാസമയത്ത് തീരുമാനം കൈക്കൊള്ളാൻ CPIക്ക് അവകാശമുണ്ട്. ഈ തീരുമാനം ഇതെപ്പോഴാ പറയാ? ഈ തീരുമാനം എപ്പോഴാ പറയാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ആലോചിക്കും ഞങ്ങൾ. ഈ തീരുമാനം സെക്രട്ടറി, ഈ തീരുമാനം എപ്പോഴാ പറയാ? ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം എപ്പോഴാ? അതറിയിക്കും. യഥാസമയത്ത് അറിയിക്കും. യഥാസമയത്ത് അറിയിക്കും. അപ്പൊ ഇന്നുണ്ടാവില്ല. ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഉന്നയിച്ച വിഷയങ്ങൾ പരിഹാരം ഉണ്ടായിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും കിരൺ. മുഖ്യമന്ത്രി നേരിട്ടെത്തി അനുനയിപ്പിച്ചിട്ടും CPI വഴങ്ങിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തീരുമാനവും ഉണ്ടായില്ല എന്ന് ബിനോയ് വിശ്വം പറയുകയാണ്. ഈ രാവിലെ മുതൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു. അപ്പോൾ ഒരു കടുത്ത നിലപാടിലേക്ക് പോകണം എന്നുള്ള ആവശ്യം CPIയിൽ ഉയർന്നു വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ടെത്തി മന്ത്രിമാരെ കാണുന്നു, സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നു. എന്നിട്ടും അനുനയ നീക്കങ്ങൾ ഒന്നും അത്ര അങ്ങോട്ട് വിജയിച്ചില്ല എന്ന് തന്നെ പറയണം. CPI കടുത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അഖില, ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തുകയും ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തുകയും ചെയ്തത്. എന്നാൽ 1 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്ക് ശേഷവും ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ സാധിച്ചില്ല. ഈ ചർച്ച പാളി എന്നുള്ളൊരു കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. നിലവിൽ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPIയുടെ മന്ത്രിമാർ വിട്ടുനിൽക്കാനായിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം നടന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്.
ബാക്കി കാര്യങ്ങൾ അത് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും എന്നുള്ളൊരു കാര്യമാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ യോഗത്തിന് ശേഷം പുറത്തേക്കെത്തിയ ബിനോയ് വിശ്വം സൂചിപ്പിച്ചത് തങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിന് ഒന്നും തന്നെ പരിഹാരം കണ്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം ഏതായാലും പ്രതികരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ ഉണ്ടായിരിക്കുന്നത്. CPIയെ വലിയ രീതിയിൽ തന്നെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന പരാതി ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിന് കൃത്യമായ മറുപടി, ശക്തമായ ഒരു മറുപടി നൽകണം എന്നുള്ളൊരു ആവശ്യം CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഇന്ന് രാവിലെയും ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. മന്ത്രിമാർ മന്ത്രിസഭയിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കാൻ ഉള്ള ഒരു സന്നദ്ധതയൊക്കെ അറിയിക്കുന്നതായിട്ടുള്ള, മന്ത്രിമാർ രാജിവെക്കുന്നതിനുള്ള സന്നദ്ധത തന്നെ അറിയിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. കൂടാതെ അടുത്ത മാസം 4-ാം തീയതി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് യോഗം വീണ്ടും ചേരാൻ കൂടി ഏതായാലും CPI തീരുമാനമെടുത്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് അറിയിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ ചർച്ചയിൽ ബിനോയ് വിശ്വമിനെ ധരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇടതു മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ് ഏതായാലും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, മുന്നണിയിലെ ഒരു പാർട്ടി എന്ന രീതിയിൽ പോലും ഒരു വേണ്ട മര്യാദ, അത് മുന്നണിക്കുള്ളിലെ ആ മര്യാദ പോലും CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല, അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെ CPI മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരു കടുത്ത നടപടികളിലുമായി അല്ലെങ്കിൽ അത്തരം ഒരു കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെ CPIയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ശരി, കിരൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. PM ശ്രീയിൽ ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് KSU വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നേരത്തെ മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് സംഘർഷത്തിലാണ് അവസാനിച്ചത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസുകാർക്ക് നേരെ പ്രവർത്തകർ കല്ലും കമ്പുമെറിഞ്ഞ് സംഘർഷത്തിന് കാരണമായി. കേരളത്തിന്റെ വിദ്യാർത്ഥി മേഖലയെ കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്ന് KSU വ്യക്തമാക്കി. ഏതെങ്കിലും സ്കൂളിന് മുന്നിൽ PM ശ്രീ ബോർഡ് വയ്ക്കാൻ വന്നാൽ അത് പിഴുതെറിയുമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് KSU സംസ്ഥാന അധ്യക്ഷൻ ലോഷി സേവ്യർ പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനോ സംഘവൽക്കരിക്കാനോ ശ്രമിച്ചാൽ അതിനെ നഖശിതാന്തം എതിർത്ത് കേരളത്തിന്റെ തെരുവുകളിൽ അവസാനത്തുള്ളി രക്തം പൊടിഞ്ഞു വീഴുന്നത് വരെ, അവസാനത്തെ KSU പ്രവർത്തകൻ ഇവിടെ മരിച്ചു വീഴുന്നത് വരെ, ഞങ്ങൾ മരിച്ചു വീണു കഴിഞ്ഞാലും ഞങ്ങൾ ഇതിനുവേണ്ടി സംഘപരിവാർ വൽക്കരണത്തിന് വേണ്ടി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ്. SFI മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. SFIക്ക് ഒരക്ഷരം ഉരിയാടാൻ സാധിക്കുന്നില്ല. ചർച്ചകളിലെല്ലാം വന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ആർക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? സംഘപരിവാർ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. NEP-യിലൂടെ ഈ പറയുന്ന PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് NEP-യെ ഒളിച്ചു കടത്താനുള്ള ഒരു മാർഗമാണ് എന്ന് പറഞ്ഞത് CPMന്റെ മധുര പാർട്ടി കോൺഗ്രസ് ആണ്. രാജ്യവ്യാപകമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഷെഡ്യൂൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. നാളെ മുതൽ കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള നടപടികൾ ആരംഭിക്കും. ഓൺലൈനായും അപേക്ഷ പൂരിപ്പിക്കാം. BLO ഉൾപ്പെടെയുള്ളവർക്ക് നാളെ മുതൽ പരിശീലനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിച്ചതായും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. आपको विस्तार में SIR के इस फेज 2 के बारे में बताते हैं। जैसा कि आप सबको पता है, SIR का फेज 1 समाप्त हुआ और इस चरण की सबसे बड़ी खूबी यह रही कि बिहार के 7.5 करोड़ मतदाताओं ने बढ़ चढ़कर पार्टिसिपेट किया। 90,000 BLOs, सभी 12 राजनीतिक दलों के 1.6 लाख बूथ लेवल एजेंट्स, सब ने मिलकर मतदाता सूची को शुद्ध बनाने का कार्य किया और नतीजा आपके सामने है। 0 अपील्स, अर्थात बिहार की मतदाता सूची अधिकतम शुद्ध मानी जाएगी। अब फेज 2
12 राज्यों में या संघ शासित प्रदेशों में आरंभ होने वाला है. ബംഗാൾ ഉൾക്കടലിൽ മോന്ത ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതോടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ചൊവ്വാഴ്ചയോടെ ചുഴലിക്കാറ്റ് തീരം തൊടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടോടെ ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപ്പട്ടണത്തിനും കാലിംഗപട്ടണത്തിനും ഇടയിൽ കക്കിനടയ്ക്ക് സമീപം ചുഴലിക്കാറ്റ് കരതൊടും. മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്ന് 50,000-ലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ പെയ്യുക. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായികമന്ത്രി അബ്ദുറഹ്മാൻ. തൃശൂർ എരുമപ്പെട്ടിയിലാണ് സംഭവം. മാധ്യമപ്രവർത്തകരുടെ മൈക്കും ക്യാമറയും തട്ടിമാറ്റാനും ശ്രമിച്ചു. മെസ്സി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്പോൺസറോട് ചോദിക്കാനും മന്ത്രി പറഞ്ഞു. ചെവിയിൽ വന്നിട്ടല്ലോ പറയുന്നത്. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? സാറിന് പോലീസുകാർ എന്തിനാ കയ്യേറ്റം? നല്ല സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? ഒരു വൃത്തിയോടില്ല. നല്ലൊരു പരിപാടി വരുമ്പോ പിന്നെ പറഞ്ഞില്ലേ അവിടുന്ന് പറഞ്ഞില്ലേ പറയുന്നത്. മെസ്സിയുടെ പേരിൽ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബിസിനസ് ഡീലെന്ന് ഹൈബി ഈഡൻ MP. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡൻ GCDA ചെയർമാന് കത്ത് നൽകി. GCDA ഏതെങ്കിലും സ്പോൺസർ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? സ്റ്റേഡിയം പരിസരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഹൈബി ഈഡൻ ഉന്നയിച്ചിരിക്കുന്നത്. സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അധികാരമുണ്ടോ? മാച്ച് കഴിഞ്ഞാലും സ്റ്റേഡിയത്തിൽ സ്പോൺസറുടെ റോൾ എന്താണ്? തുടങ്ങിയ വിശദാംശങ്ങളും MP കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ GCDAയ്ക്ക് മേൽ സമ്മർദ്ദം ഏറുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട്. ഇത് പറയാനുള്ള കാരണം ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് കുറേ നാളായി ചർച്ച നടക്കുന്നു. എല്ലാ ആളുകളും അതിന് അനുകൂലമായിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും മെസ്സിയുടെ വരവിനെ കാത്ത് ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. അത് ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിന്നത്. പക്ഷേ ഒടുവിൽ മെസ്സി വരുന്നില്ല എന്നുള്ള വാർത്തയും പുറത്തു വരും. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള, പ്രത്യേകിച്ച് അർജൻറ്റീന പോലെ, കേരളം ലോകകപ്പ് കളിക്കുന്ന നിലവാരത്തിലായിട്ടില്ല, ഇന്ത്യ ലോകകപ്പ് കളിക്കുന്ന നിലവാരത്തിലായിട്ടില്ല. മെസ്സിയുടെ അർജൻറ്റീനിയൻ ഫുട്ബോൾ ക്ലബിൻ്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോക്കോളുകളും പാലിച്ചിട്ടില്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാനുമായി സംസാരിച്ചു. അദ്ദേഹത്തിന് യാതൊരു ഔദ്യോഗികമായ അറിയിപ്പും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ മാച്ച് നടക്കുമ്പോൾ, ഇത്രയും തയ്യാറെടുപ്പുകൾ വേണ്ടുന്ന ഒരു മാച്ച് നടക്കുമ്പോൾ, അതിൻ്റെ ഫുട്ബോളിൻ്റെ യാതൊരു പ്രോട്ടോക്കോളുകളും പാലിക്കാതെ ഇതൊരു സ്പോർട്ടിംഗ് ഇവൻ്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുക. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണ് ഇതിൽ? സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ സ്പോർട്സ് ഫൗണ്ടേഷൻ, കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ആ കരാർ? ഇതിൻ്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിൻ്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തിൽ ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ്. ഞാനപ്പോൾ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട GCDA ചെയർമാന് നൽകിയിട്ടുണ്ട്. എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ്, എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക്
അർജന്റീനയുടെ മത്സരം നടന്നാലും ഇല്ലെങ്കിലും കലൂർ സ്റ്റേഡിയം കരാർ തീയതിക്കുള്ളിൽ നവീകരിച്ച് വിട്ടു നൽകുമെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. കരാർ കാലാവധി നവംബർ 30 വരെയാണ്. സ്പോർട്സ് ഫെഡറേഷൻ കേരളയുമായാണ് കരാറുള്ളത്. നവംബർ 30 ശേഷം സ്റ്റേഡിയം പൂർണ്ണമായും GCDAക്ക് കൈമാറും. അത് കഴിഞ്ഞ് ഒരു ദിവസം പോലും സ്റ്റേഡിയം തനിക്ക് വേണ്ടെന്നും ആന്റണി പറഞ്ഞു. അർജന്റീന ടീമിന്റെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം നവീകരണത്തിനായി വിട്ടുകൊടുക്കുന്നതിൽ ആരോപണവുമായി നേരത്തെ ഹൈബി ഈഡൻ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ആന്റോ അഗസ്റ്റിൻ രംഗത്തെത്തിയത്. SKF ആണ്, എനിക്ക് GCD ആയിട്ട് ബന്ധമില്ലല്ലോ. ഞാൻ SKFിൻ്റെ അടുത്തതാണ്. കാരണം SKF ആണ് ഇതിൻ്റെ കളി നടത്തേണ്ട അതോറിറ്റി. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ FIFA അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. എനിക്കൊരു അവകാശം വേണ്ടതാനും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 30 തീയതിക്ക് ശേഷം സ്റ്റേഡിയമേ വേണ്ട. നിങ്ങളിത് പിന്നെ ഞാൻ GCD ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. നവംബർ 17 തീയതി ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട്. ഈ നവംബർ മാസം 30 തീയതിക്ക് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റേഡിയം നമ്മളെ അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ 30 തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. 17 തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ. കേരളത്തിൽ പണം മുടക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കേരളത്തിലൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം. കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാമെന്ന്. മെസ്സി വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സർക്കാരിന് മെസ്സി വിഷയത്തിലുള്ള താല്പര്യം എന്താണ് എന്നാണ് അറിയേണ്ടതെന്നും MT രമേശ് പറഞ്ഞു. ആളുകളെ കബളിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ എന്തെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടാണോ ഇവരിതെല്ലാം പറയുന്നത്? ഇടയ്ക്ക് മെസ്സി വരുമെന്ന് പറയുക, ഇടയ്ക്ക് വരില്ല എന്ന് പറയുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണ്ണക്കപ്പ് ഉറപ്പിച്ച് തിരുവനന്തപുരം. തൃശ്ശൂരാണ് 2ാം സ്ഥാനത്ത്. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പാലക്കാടിനെ പിന്തള്ളി മലപ്പുറം 1ാം സ്ഥാനത്തെത്തി. അജയ് നാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് വിജയികൾക്ക് നൽകുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ല തങ്ങളുടെ സർവാധിപത്യം ആദ്യഘട്ടം മുതൽ തുടങ്ങിയിരുന്ന തങ്ങളുടെ സർവാധിപത്യം അവസാന ഘട്ടത്തിലും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അധികം പോയിന്റുമായി തിരുവനന്തപുരം ജില്ല സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് ആദ്യഘട്ടത്തിൽ മുതൽ അക്വാട്ടിക്സ് ഗെയിംസ് ഇനങ്ങളിൽ വലിയ മുന്നേറ്റമായിരുന്നു, സർവാധിപത്യമായിരുന്നു ആതിഥേയരായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇരട്ടിലധികം പോയിന്റ്, രണ്ടാമതുള്ള ജില്ലയേക്കാൾ ഇരട്ടിയിലധികം പോയിന്റുമായിട്ടാണ് തിരുവനന്തപുരം കുതിപ്പ് തുടർന്നിരുന്നത്. അത് ആദ്യഘട്ടം മുതൽ അക്വാട്ടിക്സ് ഇനങ്ങളിലാകട്ടെ ഗെയിംസ് ഇനങ്ങളിലാകട്ടെ വലിയ മുന്നേറ്റം തിരുവനന്തപുരത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അത് അതേ അർത്ഥത്തിൽ തന്നെ തിരുവനന്തപുരം തുടരുന്ന സാഹചര്യമാണുള്ളത്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണക്കപ്പിൽ തിരുവനന്തപുരം മുത്തമിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കേവലമായ മത്സരങ്ങൾ മാത്രമാണ് പൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ളത്. നാളെ സമാപന സമ്മേളനം നടക്കും. സമാപന സമ്മേളനത്തിൽ വിജയിച്ച ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലാക്കറായിരിക്കും സമ്മാനിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന യോഗത്തിലായിരിക്കും, പൊതുസമ്മേളനത്തിലായിരിക്കും ഈ സ്വർണ്ണക്കപ്പ് വിജയികൾക്ക്, അതായത് തിരുവനന്തപുരം ജില്ലയ്ക്ക് കൈമാറാൻ വേണ്ടി പോകുന്നത്. 2ാം സ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയും 3ാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയുമാണ് ഉള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വേദിയിൽ വെച്ചിട്ടാകും ഈ തിരുവനന്തപുരം ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ഗവർണർ സമ്മാനിക്കുന്നത്. എന്തായാലും ദിവസങ്ങൾ നീണ്ടുനിന്ന ഏറ്റവും ആവേശകരമായ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് പരിസമാപ്തിയാവുന്നു. നാളെ ഒരു ദിവസം കൊണ്ട് സ്കൂൾ കായികമേള അവസാനിക്കുന്നു. അങ്ങനെ സ്കൂൾ കായികമേള അവസാനിക്കുമ്പോൾ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല ആദ്യമായി സ്വർണ്ണക്കപ്പിൽ മുത്തമിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയുമായി വർണ്ണാഭമായ ഘോഷയാത്ര സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി. സ്വർണ്ണക്കപ്പ് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, V ശിവൻകുട്ടി എന്നിവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇത് ചരിത്രമാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഓവറോൾ നേടുന്ന ജില്ലയ്ക്ക് ഇത്തരത്തിലൊരു ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പ് നൽകുന്നത്. 117.5 പവന്റെ സ്വർണ്ണ കപ്പാണിത്. ഇതിൽ ആര് മുത്തമിടും എന്നതായിരുന്നു ഇത്രയും ദിവസമുള്ള ആകാംക്ഷ. തിരുവനന്തപുരം തന്നെയായിരിക്കും ഇത്തവണ ഈ കപ്പ് അടിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഈ കേരളീയ സംസ്കാരത്തിൻ്റെ തനത് പ്രതീകം തന്നെയാണ് ഈ കപ്പ്. അതായത് കാഹളം മുഴക്കുന്ന കൊമ്പ് എന്ന് പറയുന്ന വാദ്യോപകരണത്തിൻ്റെ രീതിയിലാണ് ഈ ഒരു കപ്പ്, സ്വർണ്ണക്കപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കായികമേളയിലെ അണയാത്ത ദീപത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ദീപവും നമുക്ക് ഈ കപ്പിൽ കാണാൻ പറ്റും. ഈ ഒളിമ്പിക്സ് മാതൃകയിലാണ് ഇത്തവണത്തെ കായികമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒളിമ്പിക്സിൻ്റെ വളയങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ 14 ജില്ലകളെയും പ്രതിനിധീകരിച്ചുള്ള 14 വളയങ്ങൾ ഇൻക്ലൂസീവ് സ്പോർട്സ് ഇനത്തിൽ ഉൾപ്പെടുന്ന, അതിലുണ്ടായിരുന്ന സ്പോർട്സ് ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള 14 കായിക രൂപങ്ങളുടെ ഈ ആലേഖനവും നമുക്ക് ഈ സ്വർണ്ണക്കപ്പിൽ കാണാൻ പറ്റും. എന്തായാലും നാളെയാണ് ഈ ഒരു കായികമേള സമാപിക്കുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് ഉള്ള സമാപന ചടങ്ങിൽ ഓവറോളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനത്തിന് ഈ സ്വർണ്ണക്കപ്പ് കൈമാറും.